സർ, വയനാട് ദുരിതബാധിതർക്കായിട്ട് യൂത്ത് കോൺഗ്രസ് ഏകദേശം 84 ലക്ഷം രൂപയോളം പിരിച്ചെടുത്തു. അത് എന്തുകൊണ്ട് വീട് വെച്ചില്ല, അല്ലെങ്കിൽ 30 വീടുകളായിരുന്നു വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വെച്ചില്ല എന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഭയങ്കര വിഷയങ്ങളായിരുന്നു. ഇപ്പോൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചർച്ചയിലേക്ക് വന്നിരിക്കുന്നു. ഇതിൽ മണ്ഡലം കമ്മിറ്റിയിലെ ചില നേതാക്കന്മാർക്ക് സസ്പെൻഷൻ ഓർഡർ യൂത്ത് കോൺഗ്രസ് കൊടുത്തിരിക്കുന്നു, നേതൃത്വം കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. കാര്യം ഇതാണ്, 50,000 രൂപ അവർ 50,000 രൂപയെങ്കിലും പിരിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ മിക്ക ചാനലുകളും ഇത് ഏറ്റെടുത്ത് പറയുന്നത് അട്ടിമറി നടന്നു, അല്ലെങ്കിൽ അവർ ഈ പണം അവർ മുക്കി എന്നുള്ള തരത്തിലാണ്. ഇതിലെന്താണ് വാസ്തവം? അല്ല, യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ചെടുത്തു, എന്നിട്ടത് അവരുടെ കൈകളിൽ എത്തിയില്ല എന്നുള്ളതല്ലല്ലോ പ്രശ്നം. സംഗതി എന്ന് പറയുന്നത് 84 ലക്ഷം രൂപയാണ് പിരിച്ചെടുത്തത്. പക്ഷേ ചില മണ്ഡലങ്ങളിൽ ഓരോ സ്ഥലത്തു നിന്നും 2.4 ലക്ഷമെങ്കിലും പിരിച്ചെടുത്തെങ്കിലേ അവർക്ക് ഈ 2.5 കോടി രൂപയോളം ഇത്ര രൂപ പിരിച്ചെടുത്തെങ്കിലേ 2.5 കോടി രൂപയെങ്കിലും അവർക്ക് വിനിയോഗിച്ച് ഒരു വീടിന് 8 ലക്ഷം രൂപ വെച്ച് വക മാറ്റിയിട്ട് 30 വീടുകൾ നിർമ്മിക്കാൻ പറ്റും. ഇതായിരുന്നു അവരുടെ ശ്രമം. പക്ഷെ ആ ശ്രമം പരാജയപ്പെടുകയാണ് ചെയ്തത്. അവർക്ക് 84 ലക്ഷം രൂപയെ പിരിച്ചെടുക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഓരോ മണ്ഡലത്തിലുള്ള പ്രസിഡന്റുമാരെ ഇത് ഏൽപ്പിച്ചിരുന്നു, കമ്മിറ്റി അംഗങ്ങളെ ഏൽപ്പിച്ചിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഓരോ മണ്ഡലങ്ങളിൽ നിന്ന്, ഓരോ പ്രദേശത്ത് നിന്ന് ഇത്തരത്തിലുള്ള മറ്റേ ബക്കറ്റ് പിരിവല്ല, ഓരോ ഈ പറഞ്ഞോണം ചില കാര്യങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ പിരിച്ചെടുക്കണം. അത് അവരുടെ ഡ്യൂട്ടിയാണല്ലോ. ഇപ്പം ഓരോ മണ്ഡലങ്ങളിലും ഉള്ളവർ പിരിച്ചെടുക്കുന്നതാണല്ലോ സമാഹരിച്ച് കൊടുക്കേണ്ടത്. പക്ഷെ അതിൽ കുറച്ച് പേര്, 2-3 പേര് എന്ത് ചെയ്തു, അവർക്ക് വീഴ്ച വന്നു. കാരണം അവർക്ക് 50,000 രൂപ പോലും, 50,000 എങ്കിലും പിരിച്ചെടുത്തവർക്ക് കുഴപ്പമില്ല, 50,000 രൂപ പോലും പിരിച്ചെടുക്കാത്തവരെ സസ്പെൻഡ് ചെയ്തു. അത് സ്വാഭാവികം വരുന്നില്ലേ? നേതൃത്വ നിരയിൽ നിൽക്കുമ്പോൾ നമ്മൾ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? അത് പാർട്ടിക്കകത്തുള്ള കാര്യമാണ്. പക്ഷെ ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവരിത് മുക്കി എന്നുള്ള രീതിയിലാണ്. അപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാരെ താറടിക്കാൻ വേണ്ടി ചെയ്യുന്നു അല്ലേ? അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരുപക്ഷെ അവരിപ്പം എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയല്ലേ? സർ, ഇങ്ങനെ പലപ്പോഴും കോൺഗ്രസിനേക്ക് വിരൽ ചൂണ്ടുകയല്ലേ മാധ്യമങ്ങളുടെ പ്രധാന തൊഴിൽ. അവിടെ എന്ത് നടക്കുന്നത്? കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ CPM-ലും DYFI-ലും അല്ലെങ്കിൽ SFIയുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ നടക്കാറുണ്ട്. ഇതൊന്നും പുറത്തു വരത്തില്ല. BJP-യും കോൺഗ്രസിനെയൊക്കെ മനഃപൂർവ്വം അവരുടെ ചെറിയ ചെറിയ സംഘടനകളുടെയും ഗ്രൂപ്പുകളുടെയൊക്കെ ഫോട്ടോകൾ ആരെങ്കിലും ഒക്കെ വഴി എടുത്തിട്ട് ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കുന്നത് ചില മാധ്യമങ്ങളുടെ PR വർക്ക് തന്നെയല്ലേ? അന്ന് കാരണം ഏറ്റവും കൂടുതൽ സൗകര്യത്തിന് കോൺഗ്രസ്സുകാരെ കിട്ടും താറടിക്കാനായിട്ട്, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ. കാരണം അവർ ഈ വലിയ ദേഹാധ്വാനം നടത്താത്തവരാണ്, ഈ വക കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യുന്നവരല്ല, അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും വേണേ കൈയിട്ട് വാരുന്നവരാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ അല്ലെ ഒരു മുൻവിധി ഇവരെക്കുറിച്ചുണ്ട്. അത് കൂടുതലായിട്ട് ഈ മാധ്യമങ്ങൾ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം സർക്കാർ സംവിധാനത്തിനകത്ത് തന്നെ വേണ്ട തരത്തിൽ ഇവർക്ക് വീട് വെച്ച് കൊടുക്കാനോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ധനസഹായ വിതരണം പോലും കൃത്യമായി 750 കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം, നമുക്കറിയാം പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള നടന്മാർ ഒരാള് 25 ലക്ഷം രൂപ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. പക്ഷേ ഏകദേശം 700 കോടി രൂപയോളം ചെലവഴിച്ചിട്ട് എവിടെയാണ് അവർ വീട് വെച്ച് കൊടുത്തത്? എന്താണ് അവർ ചെയ്തത്? ഇപ്പൊ DYFI തന്നെ ഈ പിരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്നാണ് 100 വീടുകൾ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഏത് വീട്ടിലാണ് താമസിക്കുന്നത്? പൊതിച്ചോറ് കൊടുത്തു കാണും, അത്രേ ഉള്ളൂ. അല്ല, ഇവര് യൂത്ത് കോൺഗ്രസിന് ഇട്ട് മറിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇവര് വെച്ചു കൊടുത്ത വീടുകൾ എവിടെ? സർക്കാർ ഭാഗത്ത് നിന്ന് വേണ്ട തരത്തിൽ ഈ ധനസഹായ വിതരണം പോലും കൃത്യമായി നടന്നിട്ടില്ല. ഇപ്പൊ ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടത്ര സമാഹരിച്ചു, ഇതിന്റെ പേരിൽ അതുപോലും കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് ആദ്യ സമയത്ത് അവിടെ യൂത്ത് കോൺഗ്രസ് എന്തുകൊണ്ട് വീട് വെച്ചു കൊടുക്കുന്നില്ല? രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വീട് വെച്ചു കൊടുക്കുന്നില്ല? അതേസമയം സർക്കാർ കൊടുക്കുന്ന വീട്ടിലെ ഒരെണ്ണം എന്ത് ചെയ്യും? ഒരു ഗൃഹനാഥൻ താമസിച്ചത് ഇവരൊന്ന് കാണിച്ചു തരട്ടെ. അത് എന്തിന് ആദ്യ സമയത്ത് ഇവർക്ക് വാടക പോലും കുറച്ചു പേർക്ക് മറ്റിടങ്ങളിൽ വാടക പോലും കൊടുക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. സാർ, കഴിഞ്ഞ ദിവസം സാറിന് കേൾക്കണേ, ഈ മുണ്ടയ്ക്ക് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ വലിയ പ്രതിഷേധമാണ് സർക്കാരിനെതിരെ. കാരണം അവർക്കിപ്പോൾ വാടക കൊടുക്കുന്നില്ല, ജീവിതമാർഗ്ഗം ഇല്ല. സാറൊന്ന് ആലോചിച്ചു, ഒരു കുടുംബത്തിൽ
നാട്ടിലെ ആ അപ്പനും അമ്മയും മക്കളും എല്ലാം നഷ്ടപ്പെട്ട് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രോമ, ഒപ്പം ജീവിക്കാനുള്ള മാർഗമില്ലാത്ത അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക. അപ്പം ബാക്കിയുള്ള നാട്ടുകാരെല്ലാവരും കൂടെ ഇറങ്ങി പ്രതിഷേധിച്ചു. ഈ പ്രതിഷേധിച്ചവരെ പോലീസ് ശരിക്കും പറഞ്ഞാൽ പണ്ട് നമ്മൾ മറ്റേ ഇത് നടന്ന എന്തുവാ പെട്ടെന്ന് കുടിൽ കെട്ടി താമസം എന്തുവായിരുന്നു, ആദിവാസി സമരം ഉണ്ടല്ലോ, അതിനേക്കാളും കഷ്ടമായിട്ടുള്ള രീതിയിൽ ഇവരെ പ്രഹരിക്കുമായിരുന്നു. ഈ ഇതൊക്കെ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് മർദ്ദിക്കുകയാണ്. അപ്പോൾ ഒരു പയ്യനെ ഷർട്ടൊക്കെ ഊരിയിട്ട് അത് നമുക്കറിയാം ലാത്തി ചാർജ് ഏറ്റ ഇത്. അപ്പോൾ അത്തരത്തിൽ അവരുടെ സമരങ്ങൾ, അവിടുത്തെ പ്രതിഷേധങ്ങളും ഇപ്പോൾ സർക്കാർ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇവരൊക്കെ കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ അവരാകെപ്പാടെ 84 ലക്ഷം രൂപയെ പിരിച്ചിട്ടുള്ളൂ. അത് രാഹുൽ മാങ്കൂട്ടം അതിൻ്റെ പിരിച്ചെടുത്ത തുകയുടെ ഇത് ഉൾപ്പെടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ കൊടുത്തു. പക്ഷേ ഒരു പാർട്ടി അങ്ങനെ കാണിക്കൂല. അപ്പോൾ ഡീറ്റെയിൽസ് സഹിതം കൊടുത്തിട്ട് പറഞ്ഞാൽ നിങ്ങളൊന്ന് പരിശോധിക്കൂ, ഇതിൽ 1 രൂപയെങ്കിലും ഞങ്ങൾ വക മാറ്റിയിട്ടുണ്ടെങ്കിലോ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ അറിയാലേ എല്ലാം ഇതിനകത്ത് ഈ അക്കൗണ്ടിനകത്താണ് വന്ന് ചേർന്നിട്ടുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു അക്കൗണ്ട് നമ്പറല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ അറിയാം, അല്ലാതെ വേറെ അക്കൗണ്ട് നമ്പർ ഇല്ല. പക്ഷേ ഇതിപ്പോൾ അത് അവർക്ക് മാധ്യമങ്ങളൊന്നും ഏറ്റെടുക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നത് DYFI തയ്യാറാക്കിയ വീടുകൾ ഒരു താക്കോൽദാന ചടങ്ങ് നിങ്ങളൊന്ന് കാണിച്ചു തരൂ, ഏതെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും വീട് വെച്ചതായിട്ടുള്ളത് നിങ്ങൾ കാണിച്ചു തരൂ. അതില്ലാതെ എന്തിയെ യൂത്ത് കോൺഗ്രസ് വെച്ച വീട് അത് അവർ ചെയ്തോളൂ. ഇപ്പം 100 വീടുകൾ രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ഇപ്പോൾ ഇവർക്ക് തുക സമാഹരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ KPCC നേതൃത്വം അത് ഏറ്റെടുത്ത് വീട് വെച്ച് കൊടുക്കും. അതിൽ ഈ പറഞ്ഞ CPM പ്രവർത്തകർ ഇത് ചെയ്യേണ്ട കാര്യമില്ല. അവർ ഈ പറഞ്ഞ ആരുടെയും കൈയും കാലും വെട്ടിയും പിടിച്ചും ഒക്കെ ഫണ്ട് സ്വരൂപിക്കും. പക്ഷെ അത്രയും ഇത് യൂത്ത് കോൺഗ്രസ്സുകാർക്കില്ല. ആ ഒരു വളരെയും ഭീഷണിപ്പെടുത്തി പിരിക്കാനുള്ള ഒരു മാർഗം ഇവർക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ കൃത്യമായിട്ട് തെളിവുകൾ കാണിച്ചു. പക്ഷേ ഗ്രൂപ്പിനകത്ത് സ്വാഭാവികമായിട്ട് ഞാനിപ്പോൾ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഞാൻ അതിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ട്, എന്നോട് ഒരു പാർട്ടി ഒരു കാര്യം ആവശ്യപ്പെടുവാണ്, ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നിങ്ങൾ നിൽക്കണം, ഞാനത് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി എനിക്കൊരു മെമ്മോ അയക്കും അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ തരും. അത് സ്വാഭാവികം, അത് എല്ലാ പാർട്ടിയിലും നടക്കുന്നതാണ്. അതെടുത്ത് പൊക്കി പിടിച്ചിട്ട് അവിടെ എന്തോ അട്ടിമറി നടന്നു. എല്ലാവരും 50,000 രൂപ വെച്ച് മുക്കി, ദുരിതാശ്വാസ നിധിയുടെ പണം മൊത്തം ഈ 4 പേര് മുക്കി എന്നൊക്കെ തരത്തിലുള്ള വലിയ തള്ളു വർത്തമാനങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് ശരിക്കും എന്തോ പറഞ്ഞ വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ മാത്രമല്ല BJP തമ്മിൽ തർക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അടുത്ത വാർത്തകൾ വരുന്നത്. BJP-യിൽ സംസ്ഥാന നേതൃത്വം കൃത്യമായിട്ടുള്ള ആൾക്കാരെയല്ല ഭാരവാഹികളാക്കിയത് എന്നുള്ള തരത്തിൽ എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള രീതിയിൽ PR വർക്കായിട്ട് ചില ചാനലുകളെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വെറും വിഷം വിധിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്തേക്ക് തെറ്റായ രീതിയിൽ വാർത്തകൾ കൊടുക്കുന്ന ഈ PR വർക്ക് ശരിയാണോ? നമ്മളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്, ശരിയായിട്ടുള്ള രീതിയിലുള്ള വാർത്തകളല്ലേ കൊടുക്കേണ്ടത്? അല്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കോൺഗ്രസിനെയും അവരുടെ പോഷക സംഘടനകളെയും ഒക്കെ എപ്പോഴും താറടിച്ച് കാണിക്കാനുള്ള കൂടുതൽ താല്പര്യം മാധ്യമങ്ങൾക്കും ഒക്കെയുണ്ട്. പ്രത്യേകിച്ച് ഇത് ഇനിയിപ്പോൾ CPM-ൻ്റെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരിത് ആയുധമാക്കി ഇവർക്ക് ഈ വയനാടിൻ്റെ മറവിൽ ലക്ഷങ്ങൾ വെട്ടുന്നു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പോലും അത് വാർത്തയാക്കാനുള്ള കോടികൾ വെട്ടിയിട്ടിരിക്കുന്ന പാർട്ടിയാണ്, സർക്കാരാണ്, ഇനി ലക്ഷങ്ങൾ വെട്ടിയെന്നും പറഞ്ഞുകൊണ്ട് പറയുന്നത്. അതിന്റെ പേരിൽ ഈ യൂത്ത് കോൺഗ്രസിനെ ഒന്ന് പ്രളയ ദുരിതാശ്വാസ നിധി എന്നും പറഞ്ഞുകൊണ്ട് പോയത് ആ വെള്ളത്തിൽ തന്നെ മുങ്ങിപ്പോയി സാർ. വയനാട് ദുരന്തം എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ അടുത്ത പാച്ചിൽ മറ്റേ ഉരുളുപൊട്ടൽ വന്നാൽ പോലും അത് തീരൂല. യൂത്ത് കോൺഗ്രസിനെ ഒന്ന് പ്രതിസന്ധിയിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്.